ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എണ്ണയിൽ പൊരിക്കാത്ത നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പിസ്സൻ്റെ ഒരു ഡോ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ പിസ്സൻ്റെ ഡോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ള കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് പിസ്സൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക. പിസ്സൻ്റെ ഡോ എങ്ങനെ കുഴക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. അതുപോലെ തന്നെ വീഡിയോൻ്റെ ലെങ്ത്തും കൂടുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ എൻ്റെ താഴെ ഞാൻ താഴെ കൊടുക്കട്ടെ. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു മാവാണ് കേട്ടോ. ഇതപ്പോൾ പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ടത് പൊങ്ങി വന്നതിന് ശേഷം ഇതുപോലത്തെ ഒരു ഇതിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് വേണ്ടത് ഒരു റോളർ വെച്ചിട്ട് അധികം പരത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അധികം തടിയാവാൻ പറ്റില്ല കേട്ടോ. ആ ഒരു രീതിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒന്ന് പരത്തിയിട്ട് ഒരു ഗ്ലാസർ വെച്ചിട്ട് അല്ലെങ്കിൽ കട്ടർ എന്താണെന്ന് വെച്ചിട്ട് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം ഇതുപോലെ തന്നെ എല്ലാം നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി മാവൊക്കെ നമുക്കിതുപോലെ വീണ്ടും വീണ്ടും പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലത്തെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടുക. ഇത്ര തിക്നെസ്സിൽ വേണം മാവ് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അധികം തിക്കും ആവാൻ പറ്റില്ല, അതുപോലെ തന്നെ അധികം തിന്നും ആവാൻ പറ്റില്ല. ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലത്തെ എടുത്തിട്ട് ആ ഒരു രണ്ടറ്റവും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ബാക്കിയുള്ള മാവൊക്കെ പരത്തിയിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കട്ടെ. ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ജസ്റ്റ് അധികം പ്രസ് ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത്രയും മാവ് വെച്ചിട്ട് ഇത്രയും സ്നാക്സ് നമുക്ക് കിട്ടുക. ബാക്കിയുള്ള മാവൊക്കെ ഞാൻ ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഞാനിവിടെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ ബ്രീസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അതൊക്കെ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ വേണ്ട അതിനനുസരിച്ചിട്ട് ചേർത്തെടുക്കട്ടോ. എത്രയാണോ ചിക്കൻ എടുക്കുന്നത് ആ ഒരു രീതിക്ക് എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പണികളൊക്കെ വേഗം തീർക്കാൻ പറ്റും. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ 1 മാസം വരെ കേടാവാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പം ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം ആ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ടാണ് വേണ്ടത്. ഒരു 1-2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അത്രയും റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാല ഒക്കെ ചേർത്ത് കൊടുക്കാമെന്നിട്ടാണ് വേണ്ടത്. അപ്പം ചിക്കന് ഉള്ളി വഴറ്റിയിട്ട് ആദ്യം ഉള്ളി വഴറ്റുക അങ്ങനത്തെ പണിയൊന്നുമില്ല. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം 2 തരം 3 കളർ ക്യാപ്സിക്കും, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ച, അതുപോലെ തന്നെ മഞ്ഞ, പിന്നെ ചുവപ്പ് 3 തരം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ 2 റെഡും അതുപോലെ തന്നെ യെല്ലോവും കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്രീൻ ഇട്ടിട്ട് മാത്രം ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 ചേർത്താൽ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു മസാലക്ക് കിട്ടുക. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊന്ന് ഒറിഗാനോയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഇറ്റാലിയൻ ടേസ്റ്റുള്ള ആ ഒരു മസാല കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ക്യാപ്സിക്കൊക്കെ ചേർത്തതിന് ശേഷം ക്യാപ്സിക്കം ഉള്ളി അതൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ക്രീമില്ലേ, പക്കിൻ്റെ ഒക്കെ വരുന്ന ആ ക്രീം ചെറിയൊരു അത് ഒരു 1-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മസാല തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ ഒരു മസാല കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ക്രീം ചേർത്തിട്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചെദാർ ചീസില്ലേ, നമ്മൾ ആ ഒരു ബർഗറിലൊക്കെ വെക്കുന്ന ആ ഒരു ചീസ് ഞാൻ 3 സ്ക്വയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മസാല തന്നെയായിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ചീസ് ഫ്ലേവർ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചീസ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചീസ് വരുമ്പോൾ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ചീസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയേ. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മസാല റെഡിയായി കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഒരു മസാലേൻ്റെ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുവൊക്കെ. അപ്പം ഈ സമയം കൊണ്ട് നമ്മൾ ആ മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവുക. ഈ ഒരു രീതിക്ക് ഒരു അരമണിക്കൂർ ഞാനൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ മാവ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു 200 ഡിഗ്രിയിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചതാണ് കേട്ടോ ഈ ഒരു ബന്ന്. അപ്പോൾ തന്നെ നമ്മൾ ഈ മാവൊക്കെ നല്ല പൊങ്ങിയിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് കത്തി വെച്ചിട്ട് ആ ഒരു നമ്മൾ നേരത്തെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തില്ല ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ മസാല വെച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം നല്ല ഈ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെ അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് എണ്ണ അത്രയും വേണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബന്നൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മസാല നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.